വൈകിട്ടെന്താ പരിപാടി? ചെറുകഥ. രചന ദിവാകരൻ പൊന്മേരി. പുറത്ത് കോരിച്ചൊരിയുന്ന മഴ നനഞ്ഞ കോഴിയെപ്പോലെ ജയകുമാർ കൂനിക്കൂടി ഉമ്മറത്തെ മഴത്തുള്ളിയെ നോക്കി വെറുതെയിരുന്നു. അരിച്ചു കയറുന്ന തണുപ്പ് മാറ്റാൻ മുറി ബീഡിക്ക് തീ കൊളുത്തി കൈവിരലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ജയ, വൈകുന്നേരം കാണൂലേ? പ്രേമൻ ജയനെ നോക്കി പതുക്കെ പറയുന്നത് കേട്ട് ജയകുമാറിന്റെ ഭാര്യ ഉമ്മറത്ത് വന്നു. വൈകുന്നേരം ആക്കണ്ട പ്രേമ, ഇപ്പൊ തന്നെ ഇങ്ങ് പോരി. എനക്കും കൂടി ഇങ്ങ് മാങ്ങിക്കോ. ഓരോടത്ത് ഒന്നും ഉണ്ടാവൂല. എൻ്റെ അടുത്ത് നൂല് പോലുള്ള താലിയുണ്ട്, അത് മതിയാവോ? ജയകുമാറിന്റെ ഭാര്യ പ്രീതയുടെ തുറച്ചു നോക്കിയുള്ള സംസാരം കേട്ട് രാവിലെ കഴിച്ച മദ്യത്തിന്റെ തരിപ്പ് ചോർന്നു പോയതിൽ പ്രേമൻ നിരാശനായി. പ്രീതേ, ഒരു പണി ചെന്ന് നോക്കോനാ വിളിച്ചേ. എത്ര രസായി പണിയില്ലാണ്ട്. എന്തൊരു മയ. ചമ്മൽ മാറ്റാനായി പ്രേമൻ പറഞ്ഞൊപ്പിച്ചു. പ്രീത കാണാതെ ജയനെ കണ്ണിറുക്കി കാണിച്ച് പ്രേമൻ സ്ഥലം വിട്ടു. പ്രീത ജയകുമാറിനെ തുറച്ചു നോക്കി നീട്ടി ഒന്ന് മൂളിക്കൊണ്ട് അകത്തുപോയി. പ്രീത അടുക്കളയിൽ തറയിലിരുന്ന് ഓർമ്മയുടെ കെട്ടഴിക്കാൻ തുടങ്ങി. എന്തൊരു സന്തോഷം നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ കാലം. നെടുവീർപ്പോടെ ഓരോന്ന് ചികഞ്ഞെടുക്കാൻ തുടങ്ങി. ആഘോഷപൂർവം തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ ജയന്റെ ഇന്നത്തെ അവസ്ഥയാലോചിച്ച് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ആർക്കും അസൂയ തോന്നുന്ന ജീവിതം. വീട്ടിലെപ്പോഴും ആളും ബഹളവും, കൂട്ടുകാരോടൊത്ത് കളിയും തമാശയും, മദ്യസൽക്കാരവും, ഉത്സവനാളുകൾ. വരുമാനം നിലച്ചപ്പോൾ ഉത്സവം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ വല്ലപ്പോഴും ഉറ്റ ചങ്ങാതി പ്രേമൻ മാത്രം എത്തിനോക്കും. പെട്ടെന്ന് പ്രീതയെന്ന് അടുത്ത വീട്ടിലെ വിലാസിനിയുടെ നീട്ടിയ വിളിയിൽ ചിന്തയിൽ നിന്നുണർന്ന് മൂക്കുചീറ്റിയും കണ്ണു തുടച്ചും പ്രീത അടുത്തു ചെന്നു. എന്തേലും ചേച്ചി, ഞാൻ അടുക്കളയിൽ അയക്കൂറ പൊരിക്കാനേനു എണ്ണ കണ്ണ് തെറിച്ചീന്ന് തോന്നന്. ഓറും മണ്ടാണ്ട് ഓരോന്ന് കൊണ്ടെന്നിട്ട് ഉമ്മക്കല്ലേ പണി. വിലാസിനി പൊങ്ങച്ചമെന്തോ പറയാനാ വരുന്നതെന്ന് കരുതി ഒരു മുഴം കൂട്ടിപ്പറഞ്ഞു. മത്തി പോലും കണ്ടിട്ട് നാള് കുറേയായി. കിട്ടുന്നത് ജയന് ഷാപ്പിൽ കൊടുക്കാൻ പോലും തികയില്ല. പോരാഞ്ഞിട്ട് മഴ തുടങ്ങിയതിൽ പിന്നെ പണിയും കുറഞ്ഞു. അതേന്നേ, എനിക്ക് കേൾക്കണോ? ഇന്നലെ ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത ഓറ് ഉച്ചയ്ക്ക് കാണാമേള 2 നാളെ കൂട്ടി വരുന്നൂന്ന്. ഇനി ബേൻ ചോറും കറിയും ഉണ്ടാക്കിയിടെന്ന് എനക്കങ്ങ് പിരാന്തായിട്ട്. വിലാസിനിയുടെ പോക്കെങ്ങോട്ടാണെന്ന് പ്രീതയ്ക്ക് ഏതാണ്ട് പിടികിട്ടി തുടങ്ങി. ഒന്നും പറയണ്ട മളെ, വലിയ ആളോളായതുകൊണ്ട് ഞാൻ കോയിനെ പിടിച്ചെറുത്ത് ബിരിയാണി വെച്ച്. അന്നേരല്ലേ മളെ ഓറ് പറയുന്നത് സാധാ ചോറ് വെക്കണമെന്ന്. ഇന്ന് നോക്കുമ്പോ ഉച്ചക്കത്തേക്ക് 1 മണി അരിയുണ്ടോ? വെള്ളാണെന്നിക്ക് അടുപ്പത്ത് നിന്ന് പതച്ച് മറിയുന്നു. കൂടുതൽ വിശദീകരിച്ച് തളർത്തണ്ട എന്ന് കരുതി പ്രീത, അയ്യോ വിലാസിനി ഏച്ചി, ഓറ് വൈകുന്നേരം വാങ്ങാം, മയല്ലേ എന്നാ പറഞ്ഞേ. ഇപ്പൊ ഞാൻ തുടച്ചിട്ടതാ, സാരല്ല, ഇനി വിഷമിക്കണ്ട, ഇണ്ടേഞ്ഞ് തരൂലേ. കൂടുതൽ പറഞ്ഞ് സമയം കളയേണ്ടെന്ന് കരുതി വിലാസിനി രംഗത്തു നിന്നും പതുക്കെ പിന്മാറി. നേരം പോകുന്നതിനനുസരിച്ച് ജയൻ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നു. തലേ ദിവസം കഴിച്ച കുപ്പി ഒന്നുകൂടി പരിശോധിച്ചു. തുള്ളി അടിയിൽ കണ്ടുപിടിച്ചു. വെള്ളം ചേർക്കാനില്ലാത്തത് കൊണ്ട് ഒറ്റ വലി. ഉള്ളിൽ ആരോടോ ഉള്ള വെറുപ്പ് തീർക്കാൻ വിളിച്ചുകൂവി. പ്രീതേ, പയിച്ചിട്ട് കൊടല് കരിയുന്നു, എന്തെങ്കിലും കിട്ടുമോ? പുറത്ത് പോണോ? അകത്തു നിന്ന് പതുക്കെ പ്രീത. ചിലക്കാണ്ട് ആടങ്ങാനിരുന്നോ? ഉണ്ടെങ്കിൽ തരാണ്ട് ഞാൻ. എന്താന്നാ പുറത്ത് വിളമ്പി വെച്ചിക്കല്ലേ, ബാൻ ചെല്ല്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ജയകുമാറിനെ കുറ്റപ്പെടുത്താൻ വരട്ടെ. അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം ആർക്കും അളക്കാൻ പറ്റില്ല. കുടിക്കാൻ പണമില്ലെന്ന് കണ്ടാൽ ആദ്യകാലത്തൊക്കെ അരിക്കലത്ത് നിന്നും ആരും കാണാതെ വെച്ച ചില്ലറ നാണയത്തുട്ടടക്കം നുള്ളിപ്പെറുക്കി കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നതല്ല അവസ്ഥ. പെട്ടെന്ന് ഒരു നാൾ പ്രീത ഒരു സഞ്ചിയിൽ എന്തോ കുത്തി നിറച്ചു പോകാൻ പുറപ്പെട്ട് ഇത് കണ്ടുനിന്ന ജയൻ ഞെട്ടി. നിങ്ങളുടെ ഒരു പഴയ ഷർട്ട് ഞാനെടുത്തിക്കേ, ഇനിയും പട്ടിണി കിടക്കാൻ പറ്റൂല, ഞാൻ പോനാ. ജയകുമാർ ആകെ തളർന്നു. എല്ലാം തൻ്റെ ഒടുക്കത്തെ കുടിയാണ്, എല്ലാം നിർത്താം. കമ്പനിക്കാരെ ഒറ്റ എണ്ണത്തിനെയും ഇനി അടുപ്പിക്കില്ല. ഉറച്ച തീരുമാനമെടുത്തു. പ്രീതയില്ലാതെ
ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല. എന്തോ ജയകുമാറിന്റെ മനസ്സിൽ ശൂന്യത നിറയാൻ തുടങ്ങി. ഒട്ടും വൈകണ്ട, മാപ്പ് പറഞ്ഞ് തിരികെ വിളിക്കാമെന്ന് കരുതി ജയകുമാർ തിടുക്കത്തിൽ പ്രീതയെ തിരയാൻ തുടങ്ങി. അവളുടെ വീട്ടിലേക്കായിരിക്കും പോവുക എന്ന ഏകദേശം കണക്കുകൂട്ടലിൽ തിടുക്കത്തിൽ നടന്നു. വഴിയിൽ വെച്ച് ജയകുമാറിന്റെ വെപ്രാളം കണ്ട ഒരു കൂട്ടം തൊഴിലുറപ്പ് സ്ത്രീകൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇവരെന്താ എന്നെ പരിഹസിച്ച് ചിരിക്കുകയാണോ? പതിവില്ലാത്തതാണല്ലോ. അവൾ നാട്ടുകാരോടെല്ലാം പറഞ്ഞു. ചിന്തകൾ തലങ്ങും വിലങ്ങും പരക്കം പായാൻ തുടങ്ങി. ജയ, ഇനി പ്രീതേനെ നോക്കി ഓളടാ പോണ്ടേ. ഇങ്ങളെ ഞാക്കറിയാം. ഓളമാണെങ്കി വൈകുന്നേരം കൂട്ടിക്കോ. ഇപ്പൊ ഞാളെന്തായാലും വിടൂല. ഒരു കൂട്ടം തൊഴിലുറപ്പ് പൊതുജനങ്ങളുടെ ഇടയിൽ തന്റെ ഷർട്ടിട്ട് പ്രീതയെ കണ്ടപ്പോൾ ജയകുമാറിന്റെ മനസ്സിൽ പെരുമഴ പെയ്തു തീർന്ന പോലെ തണുത്തു. ഒന്നും അറിയാത്ത മട്ടിൽ പ്രീത, നിങ്ങൾക്ക് വൈകുന്നേരം എന്താ പരിപാടി? പ്രേമം വൈകുന്നേരം വരൂലേ? അപ്പോഴത്തേക്ക് ഞാൻ വരും. മോനെ ജയ, എന്ത് നശിപ്പിക്കാനോ എളുപ്പോ, ഉണ്ടാക്കാൻ ഇത്തിരി ബെസമേണ്ട്. അതിത്തിരി മനസ്സിലാക്കിയ എനിക്ക് നന്ന്. അതിത്തിരിയേ എനിക്ക് എന്നോട് പറയാനുള്ളൂ. പഴയ 10ാം ക്ലാസ്സുകാരിൽ ഇലേച്ചി ഒരു ലോകതത്വം പറഞ്ഞ ഗൗരവത്തിൽ നിന്നു. ആന്തിനാപ്പ നാണിയേച്ചി പറഞ്ഞത്? ശോഭ മനസ്സിലാകാത്ത പോലെ നിന്നു. അതെനിക്ക് തിരിയൂല നമ്മളെ. അതിനാ ബിബരം വേണമെന്ന് പറയണത്. സ്കൂളിൽ പോണം. ഡിഗ്രി കഴിഞ്ഞ നിഷാനയും അഭിപ്രായം രേഖപ്പെടുത്തി. എല്ലാരും കൂടി ശോഭയെ കളിയാക്കി ചിരിച്ചു. അതേന്നെ, ഇഞ്ഞി വേം പണിയങ്ങടുത്തൂട്. ദേവിയും അനുകൂലിച്ചു. പ്രീത കള്ളച്ചിരിയോടെ പണി തുടർന്നു. ജയകുമാർ ചിരി പുറത്തു കാണിക്കാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും ചുണ്ടിൽ ചിരി വിരിഞ്ഞു നിന്നു.